നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. വിനി എന്തൊരു വേസ്റ്റ് പ്രകടനമാണ് നടത്തിയിരിക്കുന്നത്. സൈനിങ് ഒക്കെ കഴിഞ്ഞിട്ട് കോൺട്രാക്ട് എക്സ്റ്റൻഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ഇത്രയും മോശം പ്രകടനമോ? എൻട്രിക്ക് ആവട്ടെ ഒരു ലക്ഷ്യവും ഇല്ലാതെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴേ വിമർശിക്കണോ? വിനി വേൾഡ് കപ്പ് കഴിഞ്ഞിട്ട് വെക്കേഷനൊക്കെ കഴിഞ്ഞിപ്പോൾ ഒരു സെക്കൻഡ് ഹാഫിൽ മാത്രം ഫെറങ്കോറോസിനെ ഇറങ്ങിയിട്ടുള്ളൂ. അപ്പോഴേക്കും കടുത്ത വിമർശനമാണ് സ്പാനിഷ് മാധ്യമങ്ങൾ അഴിച്ചുവിടുന്നത്. നോക്കുക, സ്പാനിഷ് ന്യൂസ് പേപ്പറിൻ്റെ ഒരു വിലയിരുത്തൽ വിനി ജൂനിയറെ കുറിച്ച് നടത്തിയിരിക്കുന്നത് നോക്കാം. സോ സ്പാനിഷ് ന്യൂസ് പേപ്പർ AS റിപ്പോർട്ട് ചെയ്യുന്നു വിനിയുടെ പ്രകടനത്തെക്കുറിച്ച്. ഓവറോൾ വിനിയുടെ ഒരു സാന്നിധ്യം തന്നെ കളിയിൽ വളരെ കുറവായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അത്ര ഹാർഡായിട്ട് ഒന്നിനും വിനി ശ്രമിച്ചതുമില്ല. ഒരു പക്ഷേ ഫ്രണ്ട്ലി മാച്ചല്ലേ, ഫസ്റ്റ് ഫ്രണ്ട്ലി മാച്ചല്ലേ, അപ്പോൾ അതുകൊണ്ട് പരിക്ക് ഭയക്കുന്നുണ്ടാവണം. വളരെ കുറഞ്ഞ ട്രെയിനിങ് മാത്രമാണ് ആൾ നടത്തിയിട്ടുള്ളത്. വിത്ത് ദി ബോൾ അദ്ദേഹം ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും എതിരാളികൾക്ക് ഉണ്ടാക്കിയില്ല. സാധാരണ അദ്ദേഹത്തിന് ബോൾ ലഭിച്ചു കഴിഞ്ഞാൽ ഉണ്ടാക്കുന്ന നീക്കങ്ങളൊന്നും ഉണ്ടായില്ല. അതുപോലെ തന്നെ വളരെ മോശമായിട്ടുള്ള പെർഫോമൻസാണ് വിനി നടത്തിയത് എന്നാണ് AS വിലയിരുത്തുന്നത്. കഴിഞ്ഞില്ല. വിനി ജൂനിയർക്ക് 4 10ൽ 4 അവർ റേറ്റിംഗ് കൊടുക്കുന്നത്. പിന്നെ ഇതാ മറ്റൊരു ബ്രസീലിയൻ താരം എൻട്രിക്കിനെ കുറിച്ച് പറയുന്നത്, ഒരുപാട് ഡിസയർ ആൾക്കുണ്ട്, ശരിയാണ്, പ്രൂവ് ചെയ്യണം എന്നൊക്കെയുണ്ട്, പക്ഷേ ആക്യുറസി വളരെ കുറവാണ്, ഒരു കൃത്യതയുമില്ല. അത് കഴിഞ്ഞ സീസണിലും കണ്ടതാണ്, അത് തന്നെ ഇപ്പോഴും സംഭവിക്കുന്നു. എല്ലാ ബോളുകൾക്കും വേണ്ടിയിട്ടും ഇനി ഒന്നും ബാക്കിയില്ല എന്ന രൂപത്തിൽ അങ്ങ് അറ്റൻഡ് ചെയ്യുകയാണ്. ശരിയാണ്, അദ്ദേഹത്തിന് ഡിസയർ ഉണ്ട്, പലപ്പോഴും അത് നിയന്ത്രിക്കാൻ പറ്റുന്ന രൂപത്തിലല്ല. അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്ത തരത്തിലുള്ള ചലഞ്ചുകളിലേക്കും മറ്റുമൊക്കെ ആൾ പോവുകയാണ്. ഒരു കാര്യവുമില്ലാത്ത പെർഫോമൻസാണ് നടക്കുന്നത്. കുറച്ചുകൂടി സെൽഫ് കൺട്രോളും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടി പ്രിസൈസ് ആയിട്ടുള്ള പെർഫോമൻസ് നടത്താൻ പറ്റും. ഒരു സെൻറ്റർ ഫോർവേഡ് എന്ന നിലയിൽ അദ്ദേഹം കുറച്ചുകൂടി നല്ല രൂപത്തിൽ പെർഫോം ചെയ്യേണ്ടതുണ്ട്. ഹവർ സെക്കൻഡ് ഹാഫിൽ ആളെ റൈറ്റ് വിങ്ങറായിട്ടാണ് ടെസ്റ്റ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ നമുക്കതിനെക്കുറിച്ച് ഒരു കൺക്ലൂഷനിലേക്ക് പറയാൻ പറ്റില്ല. വളരെ കുറഞ്ഞ ഒരു 10-15 മിനിറ്റ് മാത്രമാണ് അവിടെ കളിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതിലും കൺവിൻസിങ് ആയിട്ടുള്ള പെർഫോമൻസ് ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് 6 റേറ്റിംഗും കൊടുക്കുന്നു. ചുരുക്കത്തിൽ ഇപ്പോഴേ വലിയ രൂപത്തിൽ സ്ക്രൂട്ടിനിയൊക്കെ നടക്കുകയാണ് സ്പെയിനിൽ. പിന്നെ കോൺട്രാക്റ്റ് പുതുക്കിയത് ഇനിയിപ്പോൾ ചില ആളുകൾക്ക് പിടിച്ചില്ലേ എന്നൊരു സംശയമുള്ള പോലെ ഇതൊക്കെ കാണുമ്പോൾ. എന്തായാലും അൻസി ഫ്ലിക്ക് ഇന്നലെ പറഞ്ഞ പോലെ, അതായത് ബാഴ്സയുടെ കളിക്ക് ശേഷം അൻസി ഫ്ലിക്ക് പറഞ്ഞൊരു കാര്യമുണ്ട്, അത് ഇവിടെ റയലിനും ബാധകമാണെന്ന് തോന്നുന്നു. അതായത് ഇങ്ങനെയൊക്കെ ഈ ഫ്രണ്ട്ലി മത്സരത്തിനൊക്കെ ഇത്രത്തോളം സീരിയസ് ആയിട്ട് എടുക്കണം. വീഡിയോസ് അനുക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.